അസ്സലാമു എല്ലാവർക്കും നമസ്കാരം. സെയ്തിൽ ബി ചെർപ്പളശ്ശേരിയാണ്. പ്രിയപ്പെട്ട ഹബീബുകൾ, ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വീട് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. ഒറ്റപ്പാലം ടൗണിൽ നിന്ന് നമുക്ക് ഇവിടേക്ക് ദൂരം വരുന്നത് 2 കിലോമീറ്ററാണ്. 19 പറയുന്ന എവിടെയാണ്? ഒറ്റപ്പാലത്ത് പാലക്കാട്ടേക്ക് പോകുന്ന അല്ലെങ്കിൽ പൊന്നാനി പാലക്കാട് ഹൈവേന്ന് ഒരു 400 മീറ്റർ 350-400 മീറ്റർ നിറയെ വീടുകളുള്ള ഏരിയ, നല്ല VIP ഏരിയ, എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന ഈ വീട് 6.25 സെൻറ്റും അതിനോട് ചേർന്ന് വീട് 1500-550 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്. 3 ബെഡ്റൂമാണ്. താഴെ 2 ബെഡ്റൂമും മുകളിലൊരു ബെഡ്റൂം, നല്ല വലിയ ബെഡ്റൂം ഒക്കെ അറ്റാച്ച്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ട് നമുക്കൊന്ന് വീഡിയോ കാണണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഉള്ളിൽ കയറണം. ഇതിൻ്റെ വിലയാണെങ്കിൽ 40 ലക്ഷത്തിന് താഴെയാണ്. ഇതിൻ്റെ വർക്കൊക്കെ നോക്കിക്കൊള്ളിട്ട് എന്നിട്ട് മതി തീരുമാനിക്കുക. ടൗണിലാണ് വില. ഞാൻ ആദ്യം തന്നെ പറയണമെന്നറിയാം, വില നീ കാണണം വില പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർ എന്താ വില പറയാത്ത ഇയാൾ പറയും. അപ്പോൾ ഇൻഷാ അല്ലാഹ് 40 ലക്ഷത്തിന് താഴെയാണ് വരിക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഫുള്ളായിട്ട് കാണാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇതാണ് പൊന്നാനി എന്ന് വരുന്ന റോഡ്. പൊന്നാനി ഹൈവേ എന്ന് പറയുന്ന റോഡ് ഇതാണ്. പട്ടാമ്പി എന്ന് വരുന്ന റോഡ്, ഒറ്റപ്പാലം ടൗൺ കഴിഞ്ഞ് വരുന്ന റോഡ്, പാലക്കാട്ടേക്കുള്ള റോഡ്. ഈ റോഡ് ഈ സെൻറ്ററിൽ നിന്ന്, ഈ ജംഗ്ഷനിൽ നിന്ന് 300-350 മീറ്ററാണ് ദൂരം. ഇവിടുന്ന് ഇങ്ങനെ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു ജുമാ മസ്ജിദ്. ഇവിടെ ആ ജുമാ മസ്ജിദിൻ്റെ അവിടുന്ന് 250 മീറ്ററാണ് ദൂരം. ഇവിടെയാണ് പള്ളി. ഈ റോഡിനാണ് പോകേണ്ടത്. നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് തരേണ്ടത് ഒരൊറ്റ ശതമാനം കമ്മീഷനാണ്. ആ കമ്മീഷൻ തരുന്നതിന് വിചാരിച്ച് ഒറ്റയ്ക്ക് പോയിട്ട് കാര്യമില്ല. അപ്പോൾ പ്രിയപ്പെട്ട ഹബീബുകളെ, ലാസ്റ്റ് വിലയാണ് പറഞ്ഞിരിക്കുന്നത് 39.5 ലക്ഷം രൂപ. ഈ ടൗൺ, ഈ മുനിസിപ്പാലിറ്റി, ഈ സൗകര്യങ്ങൾ കൂടി ഓർത്താണ്. കാരണം ഒറ്റപ്പാലം ടൗണിൽ എല്ലാ സൗകര്യമുണ്ട്. ഇതിൻ്റെ ഈ ഭാഗത്താണ് നമ്മുടെ അമ്പലമുള്ളത്, ജനക്കത്തൂർ അമ്പലം. അതേപോലെ NSS കോളേജ് ആ ഭാഗത്താണുള്ളത്. ടൗൺ നമുക്ക് ആ ഭാഗത്താണ് ഒറ്റപ്പാലം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് കണ്ടുകൊടുമ്പോൾ ഷെയർ ചെയ്യണില്ലേ? ഒറ്റപ്പാലത്ത് വീട് ആവശ്യപ്പെട്ട ഒരുപാട് ഹബീബികളുണ്ടാവും. ഇതാണ് ഹബീബിങ്ങളെ, പാലക്കാട് പൊന്നാനി ഹൈവേ എന്ന് വരുന്ന റോഡ്. ആകെ 350 മീറ്റർ അല്ലെങ്കിൽ 400 മീറ്ററിൻ്റെ ഉള്ളിൽ ഈ നല്ല VIP ഏരിയ. 19-ാം മൈൽ എന്നാണ് ഇവിടേക്ക് പറയുക. ഒറ്റപ്പാലം 19-ാം മൈൽ എന്നാണ് പറയുക. ടൗണിനോടനുബന്ധിച്ചുള്ള സ്ഥലമാണ്. ഒറ്റപ്പാലം ടൗണിനെ കുറിച്ച് നിങ്ങളോട് ഇനി പല പ്രാവശ്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. NSS കോളേജ് ആണെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്തുണ്ട്. ചെനക്കത്തൂർ അമ്പലമാണെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്തുണ്ട്. പള്ളിയാണെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത് 100-150-200 മീറ്ററിൻ്റെ ഉള്ളിൽ പള്ളിയുണ്ട്, മദ്രസ ഉണ്ട്, അതുപോലെ തന്നെ കോളേജുകളുണ്ട്, അറബിക് കോളേജുകളുണ്ട്, അതുപോലെ തന്നെ മറ്റ് NSS കോളേജ് ഉണ്ട്, തുടങ്ങി എല്ലാം ഉണ്ട്. കേന്ദ്ര വിദ്യാലയമുണ്ട്, വിദ്യാലയങ്ങൾ ഒട്ടനവധിയുണ്ട്. അതിലൊന്നാണ് കേന്ദ്ര വിദ്യാലയം, ഇതിൻ്റെ തൊട്ടടുത്താണ്. അതുപോലെ തന്നെ കോളേജ് ഇതിൻ്റെ തൊട്ടടുത്താണ്. ചെനക്കത്തൂർ കാവ് ഇതിൻ്റെ കുറച്ചപ്പുറത്താണ്. അപ്പോൾ അങ്ങനെ സൗകര്യങ്ങൾ ഏറെയാണ്. നല്ല VIP ഏരിയയാണ്. നമ്മുടെ കാണുന്ന വീടാണ് ഈ വീട്. ഇവിടേക്ക് ആകെ ദൂരം മെയിൻ റോഡിൽ നിന്ന് ഒരു 350-400 മീറ്ററാണ്. നല്ല VIP ഏരിയ, നല്ല വീടുകളുണ്ട്. പുതിയ വീടുകൾ കെട്ടിയിട്ടുണ്ട്, അതൊക്കെ തൊട്ടടുത്ത്. അപ്പോൾ നമ്മുടെ കോമ്പൗണ്ടിൽ കടന്ന 2 വാഹനം അല്ലെങ്കിൽ 3 വാഹനം നിർത്താനുള്ള സൗകര്യം ഇതിലുണ്ട് കേട്ടോ. 3 കാറ് നിർത്താനുള്ള സൗകര്യമുണ്ട്. 2-3 ബൈക്കോ ഓട്ടോറിക്ഷയോ നിർത്താനുള്ള സൗകര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ട ഹബീബികളെ, കാണണം കയറുന്ന വഴിക്കിനെ കാണാൻ 4 പുറം ചുറ്റുപുറം മതിൽ. അതുപോലെ തന്നെ നമുക്ക് കാണാം കുഴൽ കിണർ, വെള്ള സൗകര്യത്തിൻ്റെ കിണറാണ് കുഴൽ കിണർ. അതുപോലെ തന്നെ ഇതിന് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിലും മതിൽ, ബാക്കിലും വീട് കേട്ടോ. നിറയെ അയൽവാസികളുള്ള നല്ല ഏരിയ. ടൗണിൽ ജീവിക്കൊണ്ടിരുന്ന 6 സെൻറ്റ് 8 സെൻറ്റ് 10 സെൻറ്റിലാണ് വീടുകൾ ഉണ്ടാവുക. ഇവിടെ നമുക്ക് കാണാം പ്ലാത്തൈ കാണാം, മാവിൻ്റെ തൈ കാണാം, മുരിങ്ങത്തൈ കാണാം. റംസാൻ പ്രമാണിച്ചുള്ള മുരിങ്ങയാണ്. പ്രിയപ്പെട്ട ഹബീബുകളെ, കാണണം. ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം നല്ലൊരു ഫ്ലാറ്റ് കേട്ടോ. ഫ്ലാറ്റല്ല, വീടാണിത്. വീടോ ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെ കാണാണ്ട് ഇവിടെ കേട്ടോ. പ്രിയപ്പെട്ട ഹബീബുകളെ, കാണണം. ഇവിടെ എന്ന് പറഞ്ഞാൽ ടൗൺ ആയതുകൊണ്ടേ ഇത് ഫ്ലാറ്റാണ് കേട്ടോ. ഈ ഫ്ലാറ്റിലെന്ന് പറഞ്ഞാൽ വീട് മോഡലാണ് ഫ്ലാറ്റ്, അല്ലാതെ ഒറ്റക്കൊറ്റക്കുള്ളതാണ്. അതല്ലാതെ നമ്മൾ കോട്ടേഴ്സ്, സാധാ കോട്ടേഴ്സ് അല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീടിൻ്റെ ബാക്ക് വശം കാണാൻ, ബാക്കിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അലക്കാനുള്ള സൗകര്യങ്ങൾ കുറേയേറെയാണ്. അലക്കിയിടാനുള്ള സൗകര്യങ്ങളാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്, ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ കോമ്പൗണ്ട് വളരെ കറക്റ്റ് 6 സെൻറ്റാണ്. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ മതിലുണ്ട്. ഇവിടെ അയൽവാസികളെ വീട് കണ്ടില്ലേ, നല്ല നല്ല വീടുകൾ. ഫുള്ള് നല്ല കല്ലുകൊണ്ട് കെട്ടിയ വീട് കേട്ടോ. നല്ല കല്ലുകൊണ്ട് കെട്ടിയ വീട്, പഴക്കമില്ല. 2-3 വർഷമാണ് വീടിൻ്റെ പഴക്കം. ഇത് നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് വേണമെങ്കിൽ പർച്ചേസിങ് ലോണോ സൗകര്യങ്ങൾക്കോ ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ച് ഞാൻ ഇതിലേക്ക് തരാം. കാരണം ലോൺ കിട്ടുമോ ചോദിക്കും. അപ്പോൾ പർച്ചേസിങ് ലോൺ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം നല്ല പ്രോപ്പർട്ടിയാണ്, നല്ല ടൗണിലാണ്. അതുകൊണ്ട് ഇതിന് പർച്ചേസിങ് ലോൺ കിട്ടും, യാതൊരു സംശയമില്ല. ഒറ്റപ്പാലം ടൗണിലാണ്, പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, ഇനി ഒന്ന് കാണണം. ഇനി നമുക്ക് കാണാനുള്ളതാണ് വീടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറണം. ഉള്ളിൽ സൗകര്യങ്ങളൊന്ന് നോക്കണം. ഏറെ സൗകര്യങ്ങൾ, വലിയ സൗകര്യങ്ങളാണ്. അല്ലേ, സിറ്റ് ഔട്ട് കണ്ടില്ലേ, നല്ല സിറ്റ് ഔട്ട് സൗകര്യങ്ങൾ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് കാണാനുള്ളതൊക്കെ ഒന്ന് കാണാം. സിറ്റ് ഔട്ട് ഒന്ന് കാണുക, ഡോറൊന്ന് കാണും കേട്ടോ, ജനലൊന്ന് കാണും, ഡോറൊന്ന് കാണണ്ടോ. ഇവിടെ എന്താ ഹബീബിങ്ങളെ കാണണം. നല്ല ജനൽ, നല്ല ഡോറ്. അതുപോലെ തന്നെ അല്ലേ ഇങ്ങോട്ട് വരിക, നല്ല ടൈൽസ് അല്ല, സൂപ്പർ ടൈൽസ്, നല്ല കളർ, ലൈറ്റ് ബ്ലൂ കേട്ടോ. വലിയൊരു ഹാള്, അതിനോട് ചേർന്ന് ഡൈനിങ് ഹാള് കേട്ടോ. ഇത്രയും നല്ല വിശാലമായ വലിയൊരു ഹാളാണ്. മുകളിലേക്ക് കയറുന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ, ഈ എൻട്രൻസ്. അതുപോലെ തന്നെ നമുക്ക് SR 2 ബെഡ്റൂമുണ്ട്.
ഇടതും വലുതും. അപ്പോൾ ഈ ബെഡ്റൂം ഒന്ന് കാണാം. നമുക്ക് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂമിലേക്ക് ഒന്ന് കിടക്കാം ആദ്യം. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൽ കാണണം. ഇതാ ആ മോൾ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. നല്ല സൈലൻറ്റ് ഏരിയയിൽ നല്ല സൈലൻറ്റ് വീട്, നല്ല ഭംഗി. അറ്റാച്ച് ബാത്റൂം, യൂറോപ്യൻ ക്ലോസറ്റ്. 3 വർഷമാണ് പഴക്കമെന്നാണ് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്നത് എന്നോട് കേട്ടോ. അത്ര തന്നെ പഴക്കമുള്ളൂ, യാതൊരു സംശയമല്ല. അപ്പോൾ അതൊക്കെ നമുക്ക് പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പേപ്പറിലൊക്കെ നോക്കി അറിയാം, ഇതിൻ്റെ പഴക്കം അറിയാം, ഇതിൻ്റെ സ്കെച്ച് അറിയാം, ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ കഴിയും എൻ്റെ ഹബീബിങ്ങളെ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബെഡ്റൂം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഒരു ബെഡ്റൂമുണ്ട് അടിയിൽ, അതും കൂടെ ഒന്ന് കാണാം. ഇതിൽ പറഞ്ഞാൽ ബെഡ്റൂം മാത്രമേ ഉള്ളൂ, അറ്റാച്ച് ഇല്ല അല്ലേ. ഇതും വലിയൊരു ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല സൗകര്യങ്ങൾ, ഒരു അലമാര കട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നല്ല വലിയ സൗകര്യത്തോട് കൂടിയുള്ളതാണ്. മേലെ റാക്ക് വെച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകളെ 2 ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഈ 2 ബെഡ്റൂം കണ്ടു കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് കാണണം, കിച്ചൺ ഒന്ന് കാണിച്ചു തരാം. കാരണം അല്ലെങ്കിൽ കിച്ചൺ കാണിച്ചു തരാൻ മറക്കുള്ളൂ. അപ്പോൾ ഒരേ പോക്കിൽ നമുക്ക് കിച്ചണും കൂടെ കാണാം. ഈ കിച്ചണിൻ്റെ ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കോമൺ ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്വിച്ച് എവിടെയെന്നുള്ളത് ഉണ്ട്. അപ്പോൾ അതാണ് ബാത്റൂം. ഒരു കോമൺ ബാത്റൂം ഇവിടെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചൺ, നല്ല സൗകര്യമുള്ള കിച്ചൺ. ഇതാ അല്ല, വലിയൊരു കിച്ചൺ തന്നെയാണ്. ആ ഭാഗത്ത് L ഷേപ്പ് മോഡലാണ് കിച്ചൺ കണ്ടോ. L ഷേപ്പ് മോഡലിൽ കിച്ചണാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് സാധാ അടുപ്പ് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഗ്യാസിൻ്റെ ഇത് ഇവിടെ ഉണ്ട്, സൗകര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭികളെ ഇനി നമുക്ക് മുകളിലേക്കൊന്ന് പോകാം. മുകളിലേക്ക് എങ്ങനെ സൗകര്യങ്ങൾ നോക്കാം. കാരണം ഒരേ വരവ് ഒരേ ഒരു പൂക്ക് കേട്ടോ. എന്താണ് ഇവിടെ അതൊക്കെ ഇതിനൊക്കെ നല്ല പൈസ ഉണ്ടാവും കേട്ടോ. മുകളിൽ കയറണേ കേട്ടാ. ഇതൊന്ന് കണ്ടോക്കണേ, നല്ല മോഡലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നല്ല വൃത്തിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇനി വരുന്നവർക്ക് ഒരൊറ്റ കോട്ട് സൂപ്പർ പെയിൻറ്റ്, നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടച്ചാൽ ആ പെയിൻറ്റും നടിക്കുക. നല്ല വലിയൊരിത്. അതുപോലെ തന്നെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു ഹാള് കിട്ടും. പ്രിയപ്പെട്ട ഹബീബികൾ കാണണം, ഈ ഹാള് കാണണം. നല്ല സൗകര്യത്തോടു കൂടിയ വലിയൊരു ഹാളാണ്. അതിൻ്റെ പുറമെ തന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഈ ഹാളിൽ നിന്ന് നമുക്ക് നമ്മുടെ എൻട്രൻസ് കിടക്കുന്ന ഒരു ബെഡ്റൂം. അപ്പോൾ 3ാമത്തെ ബെഡ്റൂം, അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള 3ാമത്തെ ബെഡ്റൂമും നമ്മൾ കാണൽ കഴിഞ്ഞു അല്ലേ. ഇതാ ഇത് കാണിച്ചു കൊടുത്തോ. അപ്പോൾ 3 ബെഡ്റൂം കണ്ടു. ഒറ്റപ്പാലം ടൗണിലാണ്. ഒറ്റപ്പാലം ടൗണിൽ നിന്ന് 2 കിലോമീറ്ററാണ് ദൂരം. 19 മെയിൻ റോഡിൽ നിന്ന് 400 മീറ്ററാണ് ദൂരം. മാത്രമല്ല 4 പുറം വീടുകളുള്ള ഏരിയ കേട്ടോ. അതുപോലെ തന്നെ ഇനി നമുക്ക് പോകേണ്ട ബാൽക്കണി. എന്താ തുറന്നപ്പോൾ ഒരു കാറ്റ്. ഇതാ ഈ ബാൽക്കണിയാണിത് കണ്ടല്ലേ. പ്രിയപ്പെട്ട ഹബീബികളെ, ഇവിടെ ആണെങ്കിൽ നമുക്ക് എന്ത് രീതിയിൽ വേണമെങ്കിലും ജീവിക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നല്ല പച്ചപ്പുള്ള, നല്ല പ്രകൃതി ഭംഗിയുള്ള, നല്ല VIP കോട്ട. പ്രിയപ്പെട്ട ഹബീബികൾ കാണേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ വില പറഞ്ഞു കഴിഞ്ഞു 40 ലക്ഷത്തിന് താഴെ എന്നുള്ളത്. 39.5 ലക്ഷം. അതെന്താ വെച്ചാൽ ടൗണിലായതുകൊണ്ടാണ് ഇതിൻ്റെ വില ഇങ്ങനെ. ഇവിടെ സെൻറ്റ് സ്ഥലത്തിന് നിങ്ങൾ വന്ന് അന്വേഷിക്കണം, ഞാൻ പറയണില്ല. കാരണം ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലാണ്. ഒറ്റപ്പാലം ടൗണിൽ നിന്ന് 2 കിലോമീറ്ററാണ്. 19 എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്ത് ഇതിൻ്റെ തൊട്ടടുത്ത് കുറച്ചപ്പുറത്ത് പാലപ്പുറത്തേക്ക് പോയാൽ ചെരക്കത്തൂർ ക്ഷേത്രം കാണാം. ചെരക്കത്തൂർ ഭഗവതി ക്ഷേത്രം കാണാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ NSS കോളേജ് കാണാം. അതിൻ്റെ അടുത്ത് ഒട്ടനവധി സൗകര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ, ഒറ്റപ്പാലത്ത് എല്ലാ ഗവൺമെൻറ് ഓഫീസുകളും ഏതൊക്കെയാണോ അതൊക്കെ ഗവൺമെൻറ് ഓഫീസുകൾ ഒറ്റപ്പാലത്തുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയ ബീവിങ്ങളെ, അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, അതുപോലെ പ്രൈവറ്റ് ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ ചാനൽ കാണുന്ന ഓരോ ഹബീബികളൊന്ന് ഷെയർ ചെയ്യണം, മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കണം. കാരണം എന്താ പറയുക, ഒറ്റപ്പാലം ടൗണിൽ റെയിൽവേ സ്റ്റേഷന് വരെയുള്ള ദൂരമെടുത്ത്, അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസുകളടുത്ത്, സ്കൂളുകളാണെങ്കിൽ കേന്ദ്ര വിദ്യാലയം മുതൽ ഒട്ടനവധി സ്കൂളുകൾ, എല്ലാ സൗകര്യത്തോടു കൂടിയ ഈ വീടിൻ്റെ വിലയാണ് 39.5 ലക്ഷം. ഇതൊക്കെ ഫൈനലാണ് പറയണ കേട്ടാ, 39.5 ലക്ഷം. അപ്പോൾ ടൗണിൻ്റെ അടുത്ത് സൗകര്യങ്ങളൊക്കെ ഏറെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ ചാനൽ കാണുന്ന ഹബീബികൾ ഇത് ഷെയർ ചെയ്യണം. ഇത് പർച്ചേസിംഗ് ലോൺ വേണ്ടവർക്ക് ആ സൗകര്യം നമ്മൾ ചെയ്തു തരാൻ യാതൊരു സംശയമില്ല. കാരണം ഗവൺമെൻറ് ഓഫീസർമാരുണ്ടാവും, അവർക്കൊക്കെ പർച്ചേസിംഗ് ലോൺ എടുക്കാൻ സൗകര്യമാണ്. ഒറ്റപ്പാലത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് കോട്ടയം, ഇടുക്കി, കൊല്ലം, പത്തനംതിട്ട തുടങ്ങി പല ജില്ലകളിൽ നിന്ന് വന്നിട്ട് ജോലി ചെയ്യുന്ന ടീച്ചർമാരുണ്ടാവും, മറ്റുള്ള ഗവൺമെൻറ് ഓഫീസർമാരുണ്ടാവും. അവർക്കൊക്കെ താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കണം. നമ്മുടെ ചന്തകൾ തുടങ്ങിക്കഴിഞ്ഞു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും. കുല്ലുക്കും മായസ്സലാമ.